Hello viewers, Namaste, welcome back to WinTrader. എൻ്റെ പേര് Ganga Dev. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് നിഫ്റ്റിയുടെ ഫുൾ മാർക്കറ്റ് ആണ്. നിഫ്റ്റി ആൻഡ് ഈസ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾക്ക് എങ്ങനെ ലോസ് കുറച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മൾക്ക് ഇത് സോഫ്റ്റ്വെയർ. നമ്മുടെ ആക്ച്വലി ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ട്രേഡിങ്ങിന് നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. WinTrader എന്നാൽ ഒരു ട്രേഡിംഗ് സോഫ്റ്റ്വെയർ അല്ല കേട്ടോ. ട്രേഡിങ്ങിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്ന ആ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റിയൽ ടൈം ലൈവ് മാർക്കറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിയൽ ടൈം മാർക്കറ്റിൽ എന്താ മാർക്കറ്റിൻ്റെ ബേസിസ് ഇതിനകത്ത് ഫീഡ് ചെയ്യുന്ന റിയൽ ടൈം ഡാറ്റയാണ്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് വർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇൻഡിക്കേഷൻ തരും. സോഫ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്ത ശേഷം ഔട്ട്പുട്ടായിട്ട് തരുന്നതാണ് നമുക്ക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അതായത് മാനുവലി നമ്മൾ സിമ്പിളായിട്ട് ഫോളോ ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ സിഗ്നൽസ് കാണിച്ചു തരുമ്പോൾ അത് കൺഫേം ആണെന്ന് മാത്രമാണ് മാനുവലി നമ്മൾ ചെയ്യാനുള്ളത്. കൺഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ കൺഫേം ആണെങ്കിൽ ഒരു 80 to 90% ആക്യുറസി എന്തായാലും നമുക്ക് കിട്ടും. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മാർക്കറ്റ് ക്ലോസ് ലൈവ് മാർക്കറ്റിലാണ്. മാർക്കറ്റ് എൻഡിങ്ങിലോട്ട് വരുവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഗംഗ. 9061973737 ഈ നമ്പർ എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം. ഡെമോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഓഫീസ് വിസിറ്റ് ചെയ്യാം. ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് എടുത്താണ് നമുക്ക് ഓഫീസ് വരുന്ന. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പം ലൊക്കേഷൻ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഈ വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ നമ്മളിത് പറഞ്ഞു തരും. ഇൻസ്റ്റാൾ ചെയ്യെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കി പ്രോസസ്സ് പറയാം. നമുക്ക് ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ആയതാണ് ഇത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വാട്സപ്പ് മെസ്സേജ് ഇടാം, കോൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ലൈവ് സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് മെസ്സേജ് ഇടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ നമ്മൾ നോക്കണം. ഇപ്പോൾ ഇത് ലാസ്റ്റ് ലൈവ് മാർക്കറ്റ് വെച്ച് ലാസ്റ്റത്തെ സിഗ്നൽ വെച്ച് പറഞ്ഞുതരാം. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ ഫ്യൂച്ചറാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളിവിടെ ഫ്യൂച്ചറാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റോക്കിൽ വേണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ചാർട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മളിത് ചെയ്യുന്ന ഫ്യൂച്ചർ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ പ്രൈസ്, അതായത് സ്പോട്ടും ഫ്യൂച്ചറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൈസിനനുസരിച്ച് നമ്മൾ കറക്റ്റ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 12,1895. ഇതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ, ഡേ സെപ്പറേഷൻ ലൈൻ. അപ്പോൾ ഇന്ന് ടോട്ടൽ നമുക്ക് 3 സിഗ്നൽസ് വന്നിട്ടുണ്ട്. ആ ലാസ്റ്റ് സിഗ്നൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ബൈ സിഗ്നൽ, ഗ്രീൻ അപ്പാരോ ബൈ വന്ന്. ഈ ബൈ വരുമ്പോൾ സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അതൊരു സൗണ്ടോട് നിങ്ങൾക്ക് കേൾക്കാൻ കൂടി പറ്റും. ഇതിനകത്ത് എഴുതി കാണിക്കും. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നോക്കിയാൽ ബൈ അറ്റ് 18:38 നമുക്ക് 1:54 ബൈ വന്നു. അത് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് അതിപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഈ നോർമലി നമുക്ക് സിഗ്നൽ വരുമ്പോഴത്തേക്ക് ഒരു കൺഫർമേഷൻ കൂടെ ചെക്ക് ചെയ്യാം. നമുക്ക് രണ്ട് കൺഫർമേഷൻ ഉള്ള ബൈ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ മാനുവലി ഉള്ള പാർട്ടാണ് ഞാൻ പറയുന്നത്. മാനുവലി നമുക്ക് ചെയ്യേണ്ട പാർട്ടാണിത്. ആരോ വന്ന ശേഷം ബൈ സിഗ്നൽ വന്ന ശേഷം താഴത്ത് പ്രൈസ് ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതൊക്കെ സോഫ്റ്റ്വെയർ അവിടെ കാണിച്ചോളും. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അത് വന്നോ എന്ന്. പ്രൈസ് ബൈ സോണാന്ന് നോക്കണം. ആരോയുടെ താഴത്തെ ബാർ, ആക്ച്വലി ആരോ ഏത് ക്യാൻഡിലാണ് വരുന്നത് അതിൻ്റെ സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആരോയുടെ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് റേറ്റ് ആണ് എപ്പോഴും നമ്മുടെ എൻട്രി പോയിന്റ് ആയിട്ട് വരുന്നത്. ആ സെക്കൻഡ് ക്യാൻഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. താഴത്തെ ബാറൊക്കെ ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഈ 2 കൺഫർമേഷൻ മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നോർമൽ നമ്മുടെ കൺഫർമേഷൻ. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കാം. ഇനി നമ്മളൊരു ഓപ്ഷൻ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്കൊരു ബൈ സിഗ്നൽ വന്നിട്ട് അത് കൺഫേം അല്ലെങ്കിലും കുഴപ്പമില്ല. ബൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ അതിൻ്റെ സ്ട്രൈക്ക്, നിങ്ങൾ ഏത് സ്ട്രൈക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ITM, OTM, ATM ഏതാണെങ്കിലും ആ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ കൺഫർമേഷൻ നമുക്ക് അവിടെ മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഈ വീഡിയോസിലൂടെ പറയുന്നത്. നമ്മളെപ്പോഴും പ്രീമിയത്തിൻ്റെ ചാർട്ട് കൂടെ ഇതിനകത്ത് നിഫ്റ്റിയിൽ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ട്രെൻഡ് കണ്ടുപിടിക്കും, സ്ട്രൈക്ക് സെലക്ട് ചെയ്യും. ബാക്കി നമ്മൾ പ്രീമിയം ചാർട്ടിലോട്ട് പോവുക. അവിടെ അതിന് സിഗ്നൽ കാണാം, അവിടെ ഒരു ബൈ സിഗ്നൽ കാണാം. അതിനൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി ഇവിടെ ബൈ വന്നത് കൺഫേം അല്ല, നോ പ്രോബ്ലം. നമ്മൾ നോക്കുക 18:38 നമുക്ക് ബൈ വന്നത്. നേരെ അത് കൺഫേം അല്ലെങ്കിൽ കുഴപ്പമില്ല. നേരെ അതിൻ്റെ മണിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 17,800 ഏതിൻ്റെ ആണെങ്കിലും ഞാൻ 18,700 എടുത്ത് കാണിക്കാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് സിഗ്നൽ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓൾറെഡി അതിൻ്റെ പ്രീമിയത്തിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. 17,800 ഓൾറെഡി ഇതിനകത്ത് ഓപ്പൺ ആണ്. 17,800 ഓപ്പൺ ചെയ്യുവാണ്.
അപ്പോൾ നമ്മളെടുക്കുന്ന പ്രീമിയത്തിൽ നമുക്ക് ബൈ കാണാം, അതിനൊരു കൺഫർമേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നോക്കിയാൽ അപ്പം നമുക്ക് അവിടെ ഓൾറെഡി ഒരു ബൈ ഉണ്ട്. 220-25 ബൈ വന്ന് 1.55 ബൈ വന്ന ശേഷം ഇത് കൺഫേം അല്ലായിരുന്നു. നമുക്ക് കൺഫർമേഷൻ കിട്ടിയ സ്ഥലത്ത് നിന്നാണ് മാർക്കറ്റ് കയറാൻ തുടങ്ങിയത്. ഇതുണ്ട് താഴത്തെ ബാർ, അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ അവിടെയാണ് നമുക്ക് കൺഫർമേഷൻ എന്ന് പറയുന്നത്. താഴത്തെ ബാറും പ്രൈസ് സോണും കൺഫേം ആയി കിട്ടിയ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രീമിയത്തിൻ്റെ ചാർട്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലോസ് അവോയ്ഡ് ചെയ്യാം, അൺവാണ്ടഡ് ആയിട്ടുള്ള എൻട്രീസ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് നോക്കി, ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ആ വന്ന റേറ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആക്ച്വലി വന്നത് 220-25 വന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തെങ്കിൽ നമുക്ക് ഓപ്പൺ വന്ന് 224 അത് ഓപ്പൺ ആയി 224.65 27.40 വരെ കയറി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന റേറ്റിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഒറ്റയടിക്ക് മാർക്കറ്റ് കയറി 67 വന്നിട്ടുണ്ട്. ഇപ്പോൾ 67 അത് ആക്ച്വലി പോയിരിക്കുന്നത് 77-55 വരെ ഓൾറെഡി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ മാർക്കറ്റ് നോക്കിയാൽ നമുക്ക് വന്ന 3 സിഗ്നലും ടാർഗറ്റ് ഫുൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. രാവിലെ നിങ്ങൾക്കറിയാം, രാവിലെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. ഈ ഒരു ബൈയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട്, ഇത്തരം ഓപ്ഷൻ ട്രേഡിങ്ങിൽ എപ്പോഴും കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എന്നൊരു ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് മതി. നല്ല രീതിയിലൊരു ട്രെൻഡി ആയിട്ടുള്ള മാർക്കറ്റിൽ അതായത് ഇന്നത്തെ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ഒരൊറ്റ ട്രേഡ് മതിയാവും പ്രോഫിറ്റ് വരാനുള്ള. ഞാൻ ഇന്നത്തെ മാർക്കറ്റ് ഫുൾ കാണിച്ചെന്നുള്ളത്. ഈ ബൈ വന്നിട്ട് ഈ കണ്ടേ നിങ്ങൾക്ക് നോക്കി, ഇത് ഇവിടെ ബൈ കയറിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കോൾ ഓപ്ഷൻ രാവിലെ തന്നെ കോൾ ഓപ്ഷൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയാണ് നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് സെല്ല് വന്നായിരുന്നു. ഈ സെൽസിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു സെല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ആ പുട്ട് ഓപ്ഷൻ എടുത്തെങ്കിൽ കൂടി പുട്ട് ഓപ്ഷനിൽ ഓൾറെഡി ബൈ കാണിക്കും. പക്ഷേ അവിടെ ഇത് കൺഫേം ആയിരിക്കത്തില്ല. കാരണം നമ്മുടെ മെയിൻ ചാർട്ടിൽ കൺഫർമേഷൻ വന്നാലേ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കും പുട്ട് ഓപ്ഷനും കയറിപ്പോകത്തുള്ളൂ. നമുക്കുണ്ട് കറക്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ഇവിടുന്നാണ്. ഈ ബ്രേക്ക് ഔട്ട് വന്ന ശേഷം താഴത്തെ ബാറൊക്കെ ചേഞ്ച്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻ എടുക്കുക, അവിടെ ചെല്ലുക. അവിടെ അത് റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ആ ടൈമിൽ ഞാൻ നേരത്തെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓപ്ഷനിലെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് ഫോളോ ചെയ്യുന്നത് ഡയറക്റ്റ് ട്രെൻഡ് കണ്ടുപിടിക്കാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്. ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആ ഓപ്ഷൻ പർട്ടിക്കുലർ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് ഏത് റേറ്റിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെന്ന് കൂടി എക്സിറ്റ് ആയി പലർക്കും പല പ്രോബ്ലം വരുന്ന എക്സിറ്റുകളാണ്. അപ്പോൾ അവിടെ എൻട്രി അവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് കണ്ടോ, നമുക്ക് കറക്റ്റ് നമ്മൾ എടുത്തത് 220 നമുക്ക് കയറാൻ പറ്റില്ല, കാരണം നമ്മുടെ ആ സമയത്ത് കൺഫേം അല്ലായിരുന്നു. ഇപ്പോൾ 24 എൻട്രി ചെയ്താൽ പോയി 42, അതായത് 42.30 ഒരു എക്സിറ്റ് ഉണ്ടായിരുന്നു, 59 ഒരു എക്സിറ്റ് ഉണ്ടായിരുന്നു. അത് എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അത് മിക്ക ആൾക്കാർക്ക് ഒരു എക്സിറ്റ് ലെവൽ പ്രോബ്ലമാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു തരും ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന ഫുൾ. ഇപ്പം ഞാൻ വീഡിയോസിൽ പറയുന്നതൊക്കെ തന്നെ നമ്മൾ ലൈവായിട്ട് പറഞ്ഞു കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ഓൺലൈനിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ഫുൾ നമ്മൾ പറഞ്ഞുതരും, ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫുൾ പറഞ്ഞുതരും. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ഡെമോൺസ്ട്രേഷനിൽ ഒന്നുകൂടെ പറഞ്ഞുതരും. സിമ്പിളാണ്. നമ്മൾ ഇതിനകത്ത് 100% ഒന്നും പറയുന്നില്ല, കാരണം ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയറും 100% മാർക്കിനെ സപ്പോർട്ട് ചെയ്യാറില്ല. ഒരു 80 to 90 എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കിട്ടും. കാരണം ഒരു 13 വർഷമായിട്ട് ഒരു സ്ട്രാറ്റജി, ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു സോഫ്റ്റ്വെയർ മാർക്കറ്റ് റൺ ചെയ്യുക വെച്ചാൽ അതിന് സോഫ്റ്റ്വെയർ അതുപോലെ സപ്പോർട്ടാണ്, നമ്മൾ കസ്റ്റമർ സപ്പോർട്ടും കൊടുക്കുന്നതുകൊണ്ടാണ്. കാരണം ഗ്യാംബ്ലിങ്ങിലോട്ട് പോയിട്ടാണ് നിങ്ങൾ കൂടുതൽ, അത് നിങ്ങൾക്ക് ലോസിലുള്ള ആൾക്കാർ സ്വയം ചിന്തിച്ചറിയാൻ പറ്റും. ഗ്യാംബ്ലിങ്ങിലോട്ട് പോകുമ്പോഴാണ് നമ്മളെ ഫുൾ ടോട്ടലായിട്ടൊരു ലോസിലോട്ട് പോകണം. നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റായിട്ട് ഏതൊരു ഫീൽഡിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതൽ ഡബിൾ നമുക്കിതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസാണ്. നമ്മൾ പറയുന്ന ആരോസ് കാരണം കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് വിളിക്കാം. 9061973737 ആണ് നമ്പർ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് എൻ്റെ വാട്സപ്പ് ലിങ്ക് കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.